വെൽക്കം ഓൾ. വെൽക്കം ടു മാസ്റ്റർ കി അക്കാദമി. ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ ടോപ്പിക്കിലെ യൂറിൻ അനാലിസിസ്, സ്പ്യൂട്ടം, സ്റ്റൂൾ, സെമൻ, CSF, അതായത് ലബോറട്ടറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂൾ, സെമൻ ആൻഡ് CSF. ഇത്രയുള്ള ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. So first question, which urine specimen is preferred for routine urine examination? അതായത് റുട്ടീൻ യൂറിൻ എക്സാമിനേഷന് ഏറ്റവും പ്രിഫർ ചെയ്യുന്ന സാമ്പിൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. റാൻഡം യൂറിൻ, ഏതെങ്കിലും ഒരു സമയത്ത് എടുക്കുന്ന യൂറിൻ റാൻഡം ആയിട്ട് നമുക്കിപ്പോൾ യൂറിൻ ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്, അങ്ങനെ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് മോർണിംഗ് യൂറിൻ, അതായത് എണീറ്റ ഉടനെ ഫസ്റ്റ് പാസ് ചെയ്യുന്ന യൂറിൻ. പോസ്റ്റ് ലഞ്ച് യൂറിൻ, ഉച്ചയ്ക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട്, പോസ്റ്റ് പ്രാൻഡിയൽ എന്നും പറയാം, അല്ലെങ്കിൽ പോസ്റ്റ് ലഞ്ച് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒരു 1.5-2 മണിക്കൂറിൽ എടുക്കുന്ന യൂറിൻ. പിന്നെ വൈകിട്ട് എടുക്കുന്ന ഈവനിങ് യൂറിൻ. ഈവനിങ് യൂറിൻ എന്നുള്ളതിനൊന്നും റെലവൻസ് ഇല്ല. ഇത് 3 റുട്ടീനായിട്ട് നമ്മൾ എടുക്കാറുള്ളതാണ് പല ടെസ്റ്റുകൾക്കും. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള ശേഷമുള്ള ഷുഗറിന്റെ യൂറിൻ ഷുഗർ എത്രയും നോക്കാൻ നമ്മൾ ഇത് എടുക്കണം. അതുപോലെ ഏത് നേരത്തും ചെയ്ത റുട്ടീൻ എക്സാമിനേഷൻസ് നമുക്ക് ഏത് നേരത്തും എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് റാൻഡം യൂറിൻ. പക്ഷെ മോസ്റ്റ് പ്രിഫർ ചെയ്യുന്നത്, ഇവിടെ അങ്ങനെ ഒരു ടേം വരുന്നുണ്ട്, പ്രിഫേർഡ് യൂറിൻ. സോ പ്രിഫേർഡ് എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് മോർണിംഗ് യൂറിൻ തന്നെയാണ്. ഫസ്റ്റ് മോർണിംഗ് യൂറിൻ മോസ്റ്റ് കോൺസെൻട്രേറ്റഡ്. അതായത് നമ്മൾ രാത്രി എല്ലാം ഉറങ്ങുന്ന സമയത്ത്, ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ രാത്രി ഉറങ്ങാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ യൂറിൻ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. പക്ഷെ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ മേ ബി ഒരിക്കൽ അല്ലെങ്കിൽ ചിലപ്പോൾ 2 തവണ, ഓക്കെ, നോർമൽ ഒരു അസുഖം ഇല്ലാത്തവരാണെങ്കിൽ 1 തവണയൊക്കെ തന്നെ യൂറിൻ പാസ് ചെയ്യുന്ന എഴുന്നേക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഇരുന്ന യൂറിൻ അതിന്റെ സെല്ലുലാരിറ്റിയും എല്ലാ സെഡിമെന്റ്സ് എല്ലാം മാക്സിമം കിട്ടുന്നത് ആ ഒരു ലോങ് ഡ്യൂറേഷൻ കഴിഞ്ഞ് ഉറക്കം കഴിഞ്ഞ് എണീക്കുമ്പോൾ ഫസ്റ്റ് യൂറിനിലാണ്. അത് തന്നെയാണ് ഈ റുട്ടീൻ എക്സാമിനേഷൻ ഏറ്റവും പ്രിഫർ ചെയ്യുന്നത്. Next question, which test is commonly used to detect protein in urine? യൂറിനിലെ പ്രോട്ടീൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ഏതാണെന്നാണ്. സോ ബെനഡിക്ട് ടെസ്റ്റ്, ഓപ്ഷൻ ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റ്, ഗ്രാം സ്റ്റെയിൻ, വൈഡാൾ ടെസ്റ്റ്. അപ്പൊ ഈ 4 ഓപ്ഷനും എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. വൈഡാൾ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാൽമണല്ല ടൈഫി, സാൽമണല്ല പാരാടൈഫി, ഇത് കോസ് ചെയ്യുന്ന എൻട്രിക് ഫീവർ, വയറുവേദന അല്ലെങ്കിൽ ഡയേറിയ, അങ്ങനെയുള്ള കേസെല്ലാം വരുന്ന കേസിൽ ടൈഫോയിഡ് കണ്ടുപിടിക്കാൻ, ടൈഫോയിഡ് എന്നുള്ള എൻട്രിക് ഫീവർ എന്ന് പറയും, ടൈഫോയിഡ് എന്ന് നമ്മൾ പറയും. സോ ടൈഫോയിഡ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് വൈഡാൾ ടെസ്റ്റ്. ദെൻ ഗ്രാം സ്റ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് ക്ലിനിക്കൽ സ്പെസിമെന്നും കിട്ടുന്ന ബാക്ടീരിയയെ അതിന്റെ ഡീകളറൈസേഷൻ റെസിസ്റ്റ് ചെയ്യുന്നോ ഇല്ലേ നോക്കി അതിനെ ഗ്രാം പോസിറ്റീവ്, ഗ്രാം നെഗറ്റീവ്, മെയിൻ ആയിട്ട് ബാക്ടീരിയകൾ അതിന്റെ ഗ്രാം റിയാക്ഷനിൽ ഡിവൈഡ് ചെയ്യുന്നതാണ് ഗ്രാം സ്റ്റെയിൻ. 1884 ക്രിസ്ത്യൻ ഗ്രാം എന്നുള്ള സയന്റിസ്റ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ദെൻ ബെനഡിക്ട് ടെസ്റ്റ് യൂറിനിലൊരു ടെസ്റ്റ് ആണ്, പക്ഷെ അത് റെഡ്യൂസിങ് ഷുഗർ, ഒരിക്കലും ഗ്ലൂക്കോസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ഇപ്പോ അങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് റെഡ്യൂസിങ് ഷുഗറിനെ കണ്ടുപിടിക്കാനുള്ളതാണ് ബെനഡിക്ട് ടെസ്റ്റ്. അപ്പോൾ അത് ഷുഗറിനുള്ളതാണ്. ഇത് യൂറിൻ ഷുഗറിനുള്ളതാണ് ഈ ടെസ്റ്റ്. സോ പിന്നെ നമുക്കുള്ളത് ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റ്. ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റിലാണ് ഈ യൂറിൻ എടുത്തിട്ട് നമ്മൾ അത് ആദ്യം ഒന്ന് ഹീറ്റ് ചെയ്യും. മേൽഭാഗമാണ് ഹീറ്റ് ചെയ്യുക. ഒരു ട്യൂബിന്റെ 3/4 യൂറിൻ എടുത്തിട്ട് അതിന്റെ ഹീറ്റ് ചെയ്യും മേൽഭാഗം. അപ്പൊ ചിലപ്പോൾ അതിനൊരു ടർബിഡിറ്റി വന്നു വരും. അതിനുശേഷം ഒരു ഡ്രോപ്പ്, ഒരു 5% അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ 5% അസറ്റിക് ആസിഡ് ആഡ്, 1 ഡ്രോപ്പോ 2 ഡ്രോപ്പോ ആഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനകത്ത് ടർബിഡിറ്റി വരുന്നതിനനുസരിച്ചാണ്. എന്തുകൊണ്ടാണ് മേൽഭാഗം ഹീറ്റ് ചെയ്യുന്നത് വെച്ചാൽ താഴ്ഭാഗം കൺട്രോൾ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ടെസ്റ്റ് ആണ് മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്. വേറെ മെത്തേഡ്സ് ഉണ്ട്. 3% സൾഫർ സാലിസിലിക് ആസിഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതാണ് കുറച്ചുകൂടി, ഇതാണ് കോമൺ ആയി ചെയ്യുന്ന ഹീറ്റ് ആൻഡ് അസറ്റിക് ആസിഡ് ആണ്.
പക്ഷെ 3% സൾഫർ സാലിസിലിക് ആസിഡ് ടെസ്റ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഒരു ബെറ്റർ റിസൾട്ടിന് നല്ലത് അതാണ്. അടുത്ത ചോദ്യം, മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ഓഫ് യൂറിൻ സെഡിമെന്റ് ഹെൽപ്പ് ടു ഡിറ്റക്ട് മൈക്രോസ്കോപ്പിയിലെ RBC, WBC, ക്രിസ്റ്റൽസ്, ബ്ലഡ് ഗ്രൂപ്പ്, ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ, ESR. എന്തായാലും ESR അല്ല, ഒരിക്കലും യൂറിനിലല്ല ESR, ബ്ലഡിലാണ് ചെയ്യുന്നത്. ബ്ലഡ് ഗ്രൂപ്പും അല്ല. പിന്നെ ഹീമോഗ്ലോബിൻ കോൺസെൻട്രേഷൻ. ഹീമോഗ്ലോബിൻ നമുക്ക് വേണമെങ്കിൽ യൂറിനിൽ കെമിക്കൽ എക്സാമിനേഷൻസ് വഴി എല്ലാം കണ്ടുപിടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ RBC കണ്ടു കഴിഞ്ഞാൽ അതിൽ ഹീമോഗ്ലോബിൻ ഉണ്ടായെന്നുള്ളത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറയാം. ഇത് രണ്ട് എന്തായാലും അല്ല, ബിയും ഡിയും അല്ല. ഇതിന് ഇങ്ങനെ ഒരു ഇത് കിടക്കുന്നുണ്ട്, പക്ഷെ ഇത് ആൻസർ അല്ല. ആൻസർ ഉള്ളത് മൈക്രോസ്കോപ്പിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് RBC കാണാൻ പറ്റും. പസ്റ്റൽസ് ആണ് ഈ WBC എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ദെൻ ക്രിസ്റ്റൽസ്, കാസ്റ്റ്, ക്രിസ്റ്റൽ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണാൻ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ് ചെയ്യുക. സോ ആൻസർ RBC, WBC, ക്രിസ്റ്റൽസ്. ഇതാണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, an early morning sputum sample is preferred because of its early morning sputum. രാവിലെ ഉറങ്ങി എണീറ്റ ഉടനെ പേഷ്യന്റിനോട് വായൊന്ന് വൃത്തിയായി കഴുകാൻ പറയും, ബ്രഷ് ചെയ്യാൻ പാടില്ല, പല്ല് തേക്കാൻ പാടില്ല പറയും. കാരണം ചില ആൾക്കാർക്ക് പല്ല് തേക്കുമ്പോൾ മാക്സിമം കാർക്കിച്ച് തുപ്പുന്നു, കഫം എല്ലാം തുപ്പിക്കളയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കും ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ആ വായ കഴുകുന്ന സമയത്ത്. അതില്ലാതെ ജസ്റ്റ് വായൊന്ന് വാഷ് ചെയ്യാൻ പറയുക. കാരണം ഇങ്ങനെ നമ്മൾ ആ ബ്രഷ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഒരുപാട് ഇത് കളയുന്ന സമയത്ത് നമ്മുടെ സ്പ്യൂട്ടം അതിൽ മിസ്സാവാൻ ചാൻസ് ഉണ്ട്. സോ പേഷ്യന്റിനോട് ഒന്ന് വാഷ് ചെയ്യാൻ പറയും. എന്നിട്ടാണ് സാമ്പിൾ എടുക്കാൻ പറയുന്നത്. ബിക്കോസ് അതിന്റെ റീസൺ എന്താണെന്ന്, ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ മോർ മ്യൂക്കസ് ആൻഡ് ഓർഗാനിസം, ഈസിയർ ടു കളക്ട്, ഹാസ് ലെസ് ബാക്ടീരിയ, ഈസ് ഫ്രീ ഫ്രം എപ്പിത്തീലിയൽ സെൽസ്. ഇത് നന്നായി മനസ്സിലാക്കേണ്ടതാണ്. 4 ഓപ്ഷനും നമുക്ക് താഴെ തുടങ്ങാം. ഈസ് ഫ്രീ ഫ്രം എപ്പിത്തീലിയൽ സെൽസ്. സ്പ്യൂട്ടത്തിൽ എപ്പിത്തീലിയൽ സെൽസ് കോമൺ ആയിട്ട് അങ്ങനെ എപ്പിത്തീലിയൽ സെൽസ് ആയിട്ട് കൂടുതലായിട്ട് വരില്ല. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ കൂടുതലുള്ളത് കോളുമിനാർ സെൽസ് ആണ്, സീലിയേറ്റഡ് കോളുമിനാർ സെൽസ് ആണ് ഉള്ളത്. സ്ട്രാറ്റിഫൈഡ് കോളുമിനാർ സെൽസ്, സീലിയേറ്റഡ്, അതാണ് ഉള്ളത്. പക്ഷേ അതിൽ എപ്പിത്തീലിയൽ സെല്ല് കാണും. എങ്ങനെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സലൈവയിലല്ല എപ്പിത്തീലിയൽ സെല്ലുകൾ, നമ്മുടെ ബസ്കുലർ ക്യാവിറ്റി, വായ്ക്കകത്തുള്ള ഈ ചീക്കില് 2 സൈഡ്, അതിനകത്തുള്ള അവിടുന്ന് കണ്ടിന്യൂസ് ആയി ഷെഡ് ചെയ്യുന്ന സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് സ്പ്യൂട്ടത്തിൽ കാണും. സോ അത് ആക്ച്വലി കണ്ടാമിനേഷൻ ആണ് സ്പ്യൂട്ടത്തിന്റെ, അതുകൊണ്ട് ഇതല്ല ആൻസർ. അതുപോലെ ഫസ്റ്റ് മോർണിംഗ് എടുത്താലും നമ്മുടെ വായിൽ നൈറ്റിലെല്ലാം നമ്മുടെ ഷെഡ് ചെയ്യുന്ന സെൽസ് ഉണ്ട്. അപ്പോൾ മോർ കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ് നമുക്ക് കൂടുതലായിട്ട് ചാൻസ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതല്ല ആൻസർ. ഹാസ് ലെസ് ബാക്ടീരിയ. നമ്മുടെ വായിക്കകത്ത് കൊമൻസാളായിട്ട് ഒരുപാട് ബാക്ടീരിയ ഉണ്ട്, നെയ്സോഫാരിങ്സിലുണ്ട്, ഓറോഫാരിങ്സിലുണ്ട്, അങ്ങനെ മൊത്തം ലാരിഞ്ചിയോഫാരിങ്സ്, മൊത്തം ട്രാക്കിൽ മൊത്തം കൊമൻസാലായിട്ട് ബാക്ടീരിയകളുണ്ട്. അപ്പോൾ ഒരിക്കലും ലെസ് ബാക്ടീരിയ എന്ന് പറയാൻ പറ്റില്ല, കൂടുതൽ ബാക്ടീരിയ വരാനുള്ള സാധ്യതയാണ് അതിലുള്ളത്. അത് കുറച്ചുകൂടി ക്വാളിറ്റി സ്പെസിമെൻ ആയിരിക്കും. ഈസിയർ ടു കളക്ട്. സ്പ്യൂട്ട എപ്പോൾ വേണമെങ്കിലും കളക്ട് ചെയ്യാൻ സെയിം പ്രൊസീജിയർ തന്നെയാണ്. പക്ഷെ കുറച്ചുകൂടി രാവിലെ എണീക്കുന്ന സമയത്ത് നമുക്ക് ചുമച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽവിയോളൈ പാർട്ട് അല്ലെങ്കിൽ ബ്രോങ്കിയോ ആൽവിയോലാർ റീജിയൻ എന്നുള്ള തിക്കായിട്ടുള്ള സ്പ്യൂട്ടം നമ്മൾ കിടക്കുന്ന പൊസിഷനിലെല്ലാം അത് ആ ക്യാവിറ്റിയിൽ നിന്ന് നമ്മുടെ മെയിൻ ബ്രോങ്കസിൽ വന്നിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇത് ഈസിയർ ടു കളക്ട് എന്നല്ല, കുറച്ചുകൂടി സാമ്പിൾ ക്വാളിറ്റി, കളക്ട് ചെയ്യുന്ന സാമ്പിൾ ക്വാളിറ്റിയിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ചെറിയൊരു പോസിബിലിറ്റിയാണ്. പക്ഷെ റൈറ്റ് ആൻസർ കണ്ടെയ്ൻ മോർ മ്യൂക്കസ് ആൻഡ് ഓർഗാനിസം. സ്പ്യൂട്ടം എടുക്കുന്നത് എന്തിനാ? റെസ്പിറേറ്ററി ട്രാക്റ്റിലെ ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ സെക്രീഷൻ ആണ് സ്പ്യൂട്ടം. ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിലെ സെക്രീഷൻ ആണ് സ്പ്യൂട്ടം. ലോവർ റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ബ്രോങ്കസ്, പ്രൈമറി ബ്രോങ്കസ്, ബ്രോങ്കിയോൾ, ആൽവിയോളൈ, അത് ലെൻസിനകത്തെ പാട്ടുകൾ. സോ കണ്ടെയ്ൻ മോർ മ്യൂക്കസ് ആൻഡ് ഓർഗാനിസം. ഇതാണ് റൈറ്റ് ആൻസർ. ഇത് പാർഷ്യലി നമ്മുടെ ഒരു പ്രൊസീജിയർ വൈസ് വേണമെങ്കിൽ ഈസി അല്ല,
കുറച്ചുകൂടി ക്വാളിറ്റി സ്പെസിമെൻ കിട്ടും നമ്മൾ കളക്ട് ചെയ്യും. അതായത് പേഷ്യന്റിനോട് ചുമച്ച് കഫ് എടുക്കാൻ പറഞ്ഞാൽ അവർ സലൈവയാണ് എടുത്തു തരാം. ഇപ്പോൾ കുറച്ചുകൂടി ഒരു ക്വാളിറ്റി സ്പെസിമെൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമാണ്, അതൊരിക്കലും ഈസിയർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സ്പെസിമെൻ ഈസ് കോമൺലി എക്സാമിൻഡ് ഫോർ intestinal parasite? intestinal parasite, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പാരസൈറ്റ്സ് ഉണ്ടാവാം. പല ഡിഫറെന്റ് വെറൈറ്റീസ് പാരസൈറ്റിക് ഇൻഫെക്ഷനിൽ ഡിഫറെന്റ് വെറൈറ്റീസ് പാരസൈറ്റിനെ കിട്ടും. അതിനെ കണ്ടുപിടിക്കാനുള്ള ഏത് സാമ്പിളാണ്? വിച്ച് സ്പെസിമെൻ ഈസ് കോമൺലി എക്സാമിൻഡ് ഫോർ? യൂറിനിലെ പാരസൈറ്റ്സ് ഒരുപാട് കാണാം. ഇപ്പോ ട്രൈക്കോമോണസ് വജൈനാലിസ് അല്ലെങ്കിൽ ഷിസ്റ്റോസോമ, ഹെമറ്റോബിയം, ഇങ്ങനെ പറയുന്ന പാരസൈറ്റിനെല്ലാം യൂറിനിൽ കിട്ടും. സ്റ്റൂളിലാണ് ഇൻഡസ്റ്റൈൻ, നമ്മുടെ ഇൻഡസ്റ്റൈനിലൂടെ പാസ് ചെയ്ത, ഇൻഡസ്റ്റൈൻ എന്ന് പറയുമ്പോൾ ലാർജ് ഇൻഡസ്റ്റൈൻ, സ്മോൾ ഇൻഡസ്റ്റൈൻ, അങ്ങനെയുള്ള ഇൻഡസ്റ്റൈനൽ പാർട്ടിൽ നിന്നുള്ള പ്രൊഡക്റ്റ് സ്റ്റൂൾ വരുന്നത്. സോ ഈ പാരസൈറ്റിനെ ഏറ്റവും കൂടുതൽ കാണുക സ്റ്റൂളിൽ തന്നെയാണ്. പിന്നെ CSF നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡിനും കവറിങ് കൊടുക്കുന്ന മെനിഞ്ചസിന്റെ ലെയറിൽ വരുന്ന, അവിടെ ഷോക്ക് അബ്സോർപ്ഷൻ ഒക്കെ ആക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് CSF. അതിൽ ഇൻഡസ്ട്രിയൽ പാരസൈറ്റിനെ നമുക്ക് കിട്ടില്ല. പിന്നെ പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലങ്സിന്റെ കവറിങ് ആണ്, അതിലും അങ്ങനെ ഒരു റെലവൻസ് ഇല്ല. പിന്നെ ഈ ഹൈഡാറ്റിക് സിസ്റ്റം ഒക്കെയാണ്, അത് പക്ഷേ നമ്മുടെ എവിടെ വരുന്നുള്ള ഇൻഡസ്ട്രിയിലൊക്കെയാണ് കൂടുതലായിട്ട് വരിക. അതെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് എക്കൈനോകോക്കസ് ഗാനുലോസ അതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് ഹൈഡാറ്റിക് സിസ്റ്റം ആയിട്ട് ലങ്സിനകത്തൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്ലൂറൽ ഫ്ലൂയിഡ് അവിടെയും റെലവൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. So right answer stool. അടുത്തത് CSF is collected by. നമ്മുടെ CSF എടുക്കുന്ന പ്രൊസീജിയറിന്റെ പേരാണ് പറയുന്നത് വെനി പങ്ക്ചർ, ഫിംഗർ പ്രിക്ക്, ലംബർ പങ്ക്ചർ, ഹീൽ പ്രിക്ക്. ഹീൽ കാലിന്റെ കുതിയിൽ പ്രിക്ക് ചെയ്യുക, ഫിംഗർ പ്രിക്ക് വിരലിൽ പ്രിക്ക് ചെയ്യുക, വെനി പങ്ക്ചർ വെയിനിൽ പ്രിക്ക് ചെയ്യുക. ഇത് മൂന്നും അല്ല. അപ്പോ ലംബാർ പങ്ക്ചർ CSF കളക്ട് ചെയ്യുന്നത്, അതായത് നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ലംബാർ പങ്ക്ചർ. CSF കളക്ഷൻ പ്രൊസീജിയർ ഈസ് കോൾഡ് ലംബാർ പങ്ക്ചർ. അഡൽട്ടിൽ L3 L4 ലംബാർ വെർട്ടിബ്രേ 3D 4ന്റെ ഇടയിൽ അഡൽട്ടും, ചിൽഡ്രൻസിലാണെങ്കിൽ L4 L5 ഇതിന്റെ ഇടയിലുള്ള സ്പേസിൽ വെച്ചിട്ടാണ് നമ്മൾ ലംബാർ പങ്ക്ചർ ചെയ്തിട്ട് CSF കളക്ട് ചെയ്യുക. നട്ടലിന്റെ ആ ഭാഗമാണ് പറയുന്നത്. സോ ലംബാർ പങ്ക്ചർ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വിച്ച് ബോഡി ഫ്ലൂയിഡ് ഷുഡ് ബി എക്സാമിൻഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ കളക്ഷൻ ബിക്കോസ് സെൽസ് ഡിറ്റീരിയേറ്റ് റാപ്പിഡ്ലി? ഇതിൽ ഏത് ബോഡി ഫ്ലൂയിഡ് ആണ് പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻ, നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പോൾ ഹെമറ്റോളജി ആണെങ്കിൽ അതിന് മൈക്രോസ്കോപ്പി കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് പെട്ടെന്ന് ചെയ്യേണ്ടത് ഏതാണെന്നാണ്? യൂറിൻ, സ്റ്റൂൾ, CSF, സലൈവ. യൂറിൻ നമ്മൾ റുട്ടീൻ എല്ലാ മൈക്രോസ്കോപ്പിക്കൽ ഇൻഫെക്ഷൻ ഉണ്ട്, യൂറിനറി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ നോക്കുന്നതാണ്. എല്ലാ ടെസ്റ്റും വിത്തിൻ 2 hours ചെയ്യണം. യൂറിൻ ആണെങ്കിൽ നമുക്കൊരു -4 ഡിഗ്രിയിൽ ഫ്രിഡ്ജിന്റെ ഡോറിന്റെ അതിൽ കീപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ടൊക്കെ ചെയ്യാം. പക്ഷെ സെല്ല് ഡിറ്റീരിയേഷൻ സംഭവിക്കും. പിന്നെ സ്റ്റൂളിൽ ഒരുപാട് ബാക്ടീരിയ ഉണ്ടാവും, അതേപോലെ പാരസൈറ്റ്സ് ഉണ്ടാവും. പാരസൈറ്റ് ഒക്കെ ഡെഡ് ആയി പോകാനൊന്നും പാടില്ല. അപ്പൊ അതും പെട്ടെന്ന് എക്സാമിൻ ചെയ്യേണ്ടതാണ്. CSFനകത്തും ഒരു സെല്ലിന്റെ കൗണ്ട് വളരെ കുറവായിരിക്കും. നോർമലി <5 ലിംഫോസൈറ്റ് ആണ് നോർമൽ CSFലെ ബ്ലഡ് കൗണ്ട് എന്ന് പറയുന്നത്. പ്ലിയോസൈറ്റോസിസ് എന്നുള്ള കണ്ടീഷനിൽ ഈ CSFൽ സെൽ കൗണ്ട് കൂടുന്നതിന് പ്ലിയോസൈറ്റോസിസ് എന്ന് പറയുന്നു. ആ കണ്ടീഷനിൽ നമുക്ക് കൗണ്ട് കൂടുതൽ കിട്ടാം, എന്തെങ്കിൽ ഇൻഫെക്ഷൻ ഒക്കെ വരും. ബാക്ടീരിയൽ ഇൻഫെക്ഷനിലൊക്കെയാണ് കൂടുതലായിട്ട് വരിക. ബാക്ടീരിയൽ ഇൻഫെക്ഷനിൽ ന്യൂട്രോഫിൽ കൂടും, അതേപോലെ വൈറൽ ഇൻഫെക്ഷനിൽ ലിംഫോസൈറ്റ് കൂടും. അലർജിക് ആയിട്ടുള്ള പാരസൈറ്റിക് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അലർജിക് അതിൽ ഈസ്നോഫിൽ കൂടും. TB പോലെയുള്ള ഇതിലൊക്കെ മോണോസൈറ്റ് കൂടും. ഒപ്പം തന്നെ ന്യൂട്രോഫിലിന്റെ ഒപ്പം തന്നെ മോണോസൈറ്റ് കൂടും. അങ്ങനെയെല്ലാം വരും CSF. ദെൻ സലൈവ നമ്മൾ എക്സാമിനേഷൻ ചെയ്യുന്ന പല ഈ ജോഗ്രൻ സിൻഡ്രോം അങ്ങനെയുള്ള കുറെ ഇതുണ്ട്, ഡ്രൈനെസ് ഓഫ് മൗത്ത് ഒക്കെ വരുന്നതിലും സലൈവ അത് ചെയ്യുക. അതുപോലെ സലൈവയും പല ക്യാൻസർ കണ്ടീഷനെല്ലാം ഡയഗ്നോസ് ചെയ്യാനെല്ലാം നമുക്ക് സലൈവയും എക്സാമിനേഷനിൽ ചെയ്യാം. സലൈവയും സാമ്പിളായിട്ട്
ഉപയോഗിക്കാവുന്നതാണ്. ഈ ഡൈജഷൻ ഇഷ്യൂസ് ഉണ്ടെങ്കിലും എല്ലാം സലൈവറി അമൈലേസിന്റെ ലെവൽ കണ്ടുപിടിക്കാനും അങ്ങനെയുള്ള എല്ലാം നമുക്ക് ചെയ്യാം. പക്ഷെ which body fluid should be examined immediately after collection because the cell deteriorate rapidly? അതിന്റെ ആൻസർ CSF ആണ്. CSF നമ്മൾ മൈക്രോബയോളജിയിൽ കൾച്ചർ ചെയ്യാറുണ്ട്. മൈക്രോബയോളജിയിൽ നമ്മൾ കൾച്ചർ ചെയ്യുന്നു, ബയോകെമിസ്ട്രിയിൽ ഷുഗറും പ്രോട്ടീൻ എസ്റ്റിമേഷൻ ചെയ്യുന്നു, ഹെമറ്റോളജിയിൽ സെല്ലിന്റെ കൗണ്ട് ചെയ്യുന്നു. ഈ സമയത്തെല്ലാം വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ടതാണ്. ഓരോന്നിനും ഇത് സ്റ്റോർ ചെയ്യേണ്ട ടെമ്പറേച്ചറും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് എത്രയും പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ എക്സാമിനേഷൻ ചെയ്യുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്. സോ CSF ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഏറ്റവും നമ്മൾ റിസീവ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് എക്സാമിൻ ചെയ്യേണ്ട സാമ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും CSF ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which examination is routinely performed on a semen to assess male fertility? സെമൻ ചെയ്തിട്ട് റുട്ടീനിൽ പെർഫോം ചെയ്യുന്ന സെമൻ അനാലിസിസിൽ ടെസ്റ്റിലെ മെയിൽ ഫെർട്ടിലിറ്റി ചെക്ക് ചെയ്യാൻ. അതായത് സെമൻ അനാലിസിസ് ചെയ്യുമ്പോൾ മെയിൽ ഫെർട്ടിലിറ്റി ഒരാണിനെ ഫെർട്ടിലൈസ് ചെയ്യുക, ഒരു സ്ത്രീയെ ഗർഭം ധരിപ്പിക്കാൻ എന്ത് കപ്പാസിറ്റിയിലുള്ളതിലാണ്, എന്ത് ടെസ്റ്റ് ചെയ്താലാണ് അവർ ഫെർട്ടിലിറ്റി ഉള്ള ആളാണെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. അബ്സല്യൂട്ട്ലി ഈ ഓപ്ഷൻസ് കണ്ടിട്ട് നമുക്ക് സുഖമായിട്ട് പറയാം സ്പേം കൗണ്ട് ആൻഡ് മോട്ടിലിറ്റി. പക്ഷെ ഓപ്ഷൻസിൽ ചിലപ്പോൾ സ്പേം വയബിലിറ്റി എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ കുറെ ടെരാറ്റസോസ്പേമിയ, അസോസ്പേമിയ, അസ്തനോസോസ്പേമിയ അങ്ങനെയുള്ള ടേമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. മോറോവർ ഇപ്പോൾ ഒരു ലാബ് അസിസ്റ്റന്റ് എക്സാം ആവുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ തന്നെ ഓപ്ഷൻസ് പ്രതീക്ഷിച്ചാൽ മതി. സോ ഇതിന്റെ ആൻസർ സ്പേം കൗണ്ട് ആൻഡ് മോട്ടിലിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a chemical examination of urine? Which of the following is a chemical examination of urine? Color, specific gravity, glucose, RBC count. കളർ നോക്കുന്നത്, യൂറിന്റെ കളർ നോക്കുന്നത് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ്. സോ അത് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിലാണ് വരിക. സ്പെസിഫിക് ഗ്രാവിറ്റി ഫിസിക്കൽ എക്സാമിനേഷനിലാണ് വരിക. RBC കൗണ്ട് മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ ആണ് വരിക. ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ, യൂറിൻ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ബെനഡിക്ട് ടെസ്റ്റ്, അത് ക്വാളിറ്റേറ്റീവ് ഉണ്ട്, സെമി ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. സോ ഗ്ലൂക്കോസ് എസ്റ്റിമേഷൻ ആണ് കെമിക്കൽ എക്സാമിനേഷൻ വരിക. അടുത്ത ചോദ്യം, which urine sample is most suitable for pregnancy testing? ഈ മോസ്റ്റ് എന്നുള്ള ടേം എല്ലാം വരുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസും ശരിയാവാൻ സാധ്യതയുണ്ട്. റാൻഡം യൂറിൻ, ഫസ്റ്റ് മോർണിംഗ് യൂറിൻ സാമ്പിൾ, പോസ്റ്റ് മീൽ യൂറിൻ, ഈവനിങ് യൂറിൻ. ഇവിടെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ ഈ 4 യൂറിനും യൂസ് ചെയ്യാം, ഒരു ഇഷ്യൂ ഇല്ല. 4 യൂറിനും വെച്ചിട്ടും നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം, ഒരു വിഷയമില്ല. മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് പറയുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഏർലി പ്രഗ്നൻസി, ഇപ്പൊ ഒരു LMP ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് ഇപ്പൊ ഒരു 35 ഡേയ്സ് 40 ഡേയ്സ് ഒക്കെ ആണെങ്കിലും മോസ്റ്റ് കോൺസെൻട്രേറ്റഡ് എന്ന് പറയുന്നത് മോർണിംഗ് യൂറിനാണ്. സോ അതാണ് മോസ്റ്റ് എന്നുള്ളത് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഈ യൂറിനിലെല്ലാം നമുക്ക് ചെയ്യാം, ഈ യൂറിനിലെല്ലാം ചെയ്തുകൊണ്ടും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ മോസ്റ്റ് എന്ന് ചോദിച്ചതുകൊണ്ട് ഇതാണ് ആൻസർ. റാൻഡം യൂറിനിൽ ചെയ്യാറില്ലേ? ചെയ്യാറുണ്ട്. ഇപ്പോ ഡോക്ടറെ കാണിക്കുന്നു, ഒരു ലേഡി ഡോക്ടറെ കാണിക്കുന്നു, മാരേജ് കഴിഞ്ഞൊരു ലേഡി പീരിയഡ്സ് ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഡോക്ടറെ കാണിക്കുന്നു. അപ്പൊ ആ സമയത്തുനിന്ന് യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യും, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഫസ്റ്റ് മോർണിംഗ് ആയിരിക്കില്ല, അവരുടെ റാൻഡം സാമ്പിൾ ആയിരിക്കും ചെയ്യുന്നത്. ചിലപ്പോൾ അവർ ഭക്ഷണം കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ പോസ്റ്റ് മീൽ യൂറിനാണ് വരിക, അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ട് 1.5 മണിക്കൂർ പോസ്റ്റ് മീൽ യൂറിനാണ് വരിക. ഇത് ശരിക്കും ഷുഗർ ചെയ്യാൻ മാത്രമാണ് റെലവൻസ്, യൂറിൻ ഷുഗർ ചെയ്യാൻ മാത്രമാണ് റെലവൻസ്. ഇപ്പൊ അവർ വൈകിട്ടാണ് ഡോക്ടറെ കാണിക്കുന്നത്, അപ്പൊ ചെയ്യാൻ പറഞ്ഞു, അപ്പൊ എടുക്കുന്ന യൂറിനും ഇത്രയും കോൺസെൻട്രേറ്റഡ് ആയിരിക്കുന്നല്ലോ, പക്ഷെ അതിലും നമുക്ക് കിട്ടാം, പോസിറ്റീവ് കിട്ടാം. സോ റൈറ്റ് ആൻസർ ഫസ്റ്റ് മോർണിംഗ് യൂറിൻ ആണ് മോസ്റ്റ് സ്യൂട്ടബിൾ. അടുത്ത ചോദ്യം,
വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് യൂറിൻ. ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് യൂറിൻ അല്ലാത്തത് കളർ, അപ്പിയറൻസ്, pH, ഓർഡർ. കളർ ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് അതിന്റെ, ഫിസിക്കലി നമ്മൾ കണ്ട് വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പിയറൻസ് ടർബിഡ് ആണോ ക്ലിയർ ആണോ. ഓർഡർ അതിന്റെ സ്മെല്ല് ചെയ്ത് അറിയുന്നതാണ്. ചില അസുഖങ്ങളിലെല്ലാം ഇപ്പോൾ മാപ്പിൾ സിറപ്പ് യൂറിൻ ഡിസീസ്, അതെങ്ങനെ ഫീനൽ കീറ്റോണൂറി, ഇതെല്ലാം ഫ്രൂട്ടി ഓർഡർ ഒക്കെ വരും യൂറിന്. സോ pH എന്ന് പറഞ്ഞാൽ അത് അസിഡിക് ആണോ ആൽക്കലൈൻ ആണോ, അത് അതിന്റെ കെമിക്കൽ എക്സാമിനേഷനിൽ വരുന്നതാണ് pH. സ്പെസിഫിക് ഗ്രാവിറ്റി വരുന്നത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. pH വരുന്നത് കെമിക്കൽ എക്സാമിനേഷനിലാണ്. ഇവിടെ നോട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, which specimen should be collected in a sterile container for microbiological examination? Which specimen should be collected in a sterile container for microbiological examination? മൈക്രോബയോളജിക്കൽ എക്സാമിനേഷന് ഏത് സ്പെസിമെൻ കളക്ട് ചെയ്യണം? നമുക്ക് ഓപ്ഷൻ സ്പ്യൂട്ടം, സ്റ്റൂൾ, യൂറിൻ, ആൾ ഓഫ് ദ എബോവ്. സ്റ്റെറൈൽ കണ്ടെയ്നറിൽ സ്പ്യൂട്ടം കൾച്ചറിൽ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്, സ്റ്റൂൾ കളക്ട് ചെയ്യാറുണ്ട് സ്റ്റെറൈൽ കണ്ടെയ്നറിൽ, യൂറിൻ കളക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഇതെല്ലാം യൂറിൻ നോർമലി സ്റ്റെറൈലാണ്. പക്ഷെ നമ്മൾ ആ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജെനിറ്റൽ ട്രാക്ട് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂക്കസ് മെംബ്രെയിൻ പോലെയുള്ള ഇതും അങ്ങനത്തെ സ്ഥലങ്ങളാണ്. സോ അവിടെ നോർമലി ബാക്ടീരിയ ചേർന്ന് ലോഡ്ജ്മെന്റ് ഉണ്ടാവാം. ആ ബാക്ടീരിയ കണ്ടാമിനേഷൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നോർമലി യൂറിൻ ബ്ലാഡറിനകത്ത് നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ യൂറിൻ സ്റ്റെറൈലാണ്. സ്റ്റൂൾ സ്റ്റെറൈൽ അല്ല, സ്റ്റൂളിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഫ്ലോറയിലുള്ള ഒരുപാട് ബാക്ടീരിയകളാണ്. സ്പ്യൂട്ടും നമുക്ക് നോർമലി ഇൻഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ സ്റ്റെറൈൽ ആയിരിക്കും, അല്ലെങ്കിൽ കൊമൻസാൽസ് വരും, അത് നമുക്ക് റെലവെന്റ് അല്ല. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും. സോ ഇങ്ങനെ കാണുമ്പോൾ സ്റ്റെറൈൽ കണ്ടെയ്നറിൽ സ്പ്യൂട്ടാ നമുക്ക് അറിയില്ല, സ്റ്റൂള് അത് നമുക്ക് അറിയില്ല. പക്ഷെ യൂറിൻ കൾച്ചർ ചെയ്യാൻ നമ്മൾ സ്റ്റെറൈൽ കണ്ടെയ്നർ എടുക്കാണ്ട് പറഞ്ഞ് യൂറിൻ ആൻസർ ചെയ്യരുത്. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓൾ ഓഫ് ദ എബോവ് ആണ്. മൈക്രോബയോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി ആണ് വരുന്നത്. സ്റ്റെറൈൽ കണ്ടെയ്നറിലാണ് എടുക്കുക. ആ സാമ്പിളിൽ ബാക്ടീരിയ ഉണ്ടോ ഇല്ല എന്നുള്ളത് ആ പേഷ്യന്റ് ക്ലിനിക്കൽ കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. സോ ഓൾ ഓഫ് ദ എബോവ്. അടുത്ത ചോദ്യം, which microscopic finding in urine may indicate a urinary tract infection? യൂറിനില് എന്ത് കണ്ടാലാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണെന്ന് പറയാന്നാണ് ചോദിക്കുന്നത്. ഇൻക്രീസ്ഡ് WBC കൗണ്ട് കൂടുക, ഇൻക്രീസ്ഡ് സ്പേം സെൽസ്, ഇൻക്രീസ്ഡ് മ്യൂക്കസ് ഓൺലി, ഇൻക്രീസ്ഡ് എപ്പിത്തീലിയൽ സെൽസ് ഓൺലി. എപ്പിത്തീലിയൽ സെൽസ് ആക്ച്വലി നോർമലി നമ്മുടെ യൂറിനറി ട്രാക്റ്റില് യൂറിത്ര, അതായത് ഡിസ്റ്റൽ എൻഡ് ഓഫ് യൂറിത്ര, അങ്ങനെയുള്ള ഭാഗത്തെല്ലാം നമുക്ക് എപ്പിത്തീലിയൽ സെൽസ് വരും. ബാക്കിയുള്ളവിടെ എല്ലാം ട്രാൻസിഷണൽ എപ്പിത്തീലിയൽ സെൽസ് ആണ്, അല്ലെങ്കിൽ യൂറോത്തീലിയൽ സെൽസ് ആണ്. സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് ഈ യൂറിത്രയുടെ ഡിസ്റ്റൽ എൻഡ് ഓഫ് യൂറിത്ര ഭാഗങ്ങളിലൊക്കെയാണ് വരിക. സോ ഡിസ്റ്റൽ എൻഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അറ്റത്ത്, യൂറിത്രയുടെ ഏറ്റവും എൻഡിലൊക്കെയാണ് സ്ക്വാമസ് സെൽസ് വരുന്നത്. ഇത് കാണാം, ഇത് കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതൊരു കാര്യം. പിന്നെ ഫീമെയിൽസിൽ അവർ യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ മിയാറ്റസ് നന്നായി ക്ലീൻ ചെയ്തിട്ട് വേണം സാമ്പിൾ എടുക്കാൻ. പക്ഷെ അത് അപ്പോൾ ഓരോ വ്യക്തികളും സാമ്പിൾ എടുക്കുന്നതിന് മുമ്പ് അവരോട് ക്ലീൻ ചെയ്യാൻ പറയുന്നതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്നത് പലരും പല രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ എന്താ പറയുക ജെനിറ്റൽ ട്രാക്റ്റിലെ മ്യൂക്കസിൽ ഒരുപാട് ജെനിറ്റൽ ട്രാക്റ്റിൽ ഒരുപാട് സ്ക്വാമസ് സെൽസ് ഉണ്ടാവും. ഇത് യൂറിനിൽ കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ എപ്പിത്തീലിയൽ സെൽസ് ഒരുപാട് കാണും. അതൊരിക്കലും UTI ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. അവരുടെ മെൻസ്ട്രൽ സൈക്കിളിന്റെ സെക്രട്ടറി ഫേസ്, പ്രോലിഫറേറ്റീവ് ഫേസ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രീ ഓവുലേറ്ററി, ഓവുലേറ്ററി, പോസ്റ്റ് ഓവുലേറ്ററി, ഈ ഫേസിനനുസരിച്ച് അത് നന്നായിട്ട് മാറും. സോ ഇത് അല്ല, ഇൻക്രീസ്ഡ് മ്യൂക്കസ് ഓൺലി, മ്യൂക്കസ് കാണുന്നത് അങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് ഒരിക്കലും UTI ആണെന്ന് പറയില്ല. അതും കണ്ടാമിനേഷൻ വരാം, ജെനിറ്റൽ ട്രാക്റ്റിലെ മ്യൂക്കസ് സെക്രീഷൻ കണ്ടാമിനേഷൻ വരാം.
ഇൻക്രീസ്ഡ് സ്പേം സെൽ. ഇപ്പോ മെയിൽ ആണോ ഫീമെയിൽ, ഇപ്പൊ മെയിൽസ് ആയിക്കോട്ടെ, മെയിൽസിൽ സ്പേം കണ്ടുകൊണ്ട് അത് യൂട്ടൈൻ എന്ന് പറയില്ല. ചില ഫീമെയിൽസിലും സ്പേം കാണാറുണ്ട്. അത് അവരുടെ ഒരു സെക്ഷൽ ഇന്റർകോഴ്സ് കഴിഞ്ഞിട്ട് പിന്നെ കളക്ട് ചെയ്യുന്ന യൂറിൻ സാമ്പിൾ ആണെങ്കിൽ ജെനിറ്റൽ ട്രാക്റ്റിന് കണ്ടാമിനേറ്റഡ് ആയിട്ട് സ്പേംസ് കാണാറുണ്ട്. മെയിൽസിലും ഏർലി മോർണിംഗ് സാമ്പിളിൽ ചിലപ്പോൾ സ്പേംസ് കാണാറുണ്ട്. ദെൻ ഇൻക്രീസ്ഡ് WBC പസ് സെൽസ്, അതായത് ഒരു ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുമ്പോൾ അവിടെ ഇൻക്രീസ്ഡ് WBC അല്ലെങ്കിൽ പസ് സെൽസ് കാണും. പസ് സെൽസ് കൂടുതലാണ്, ബാക്ടീരിയ കണ്ടില്ലെങ്കിലും അത് നമ്മൾ UTI തന്നെയാണ് ഡയഗ്നോസ് ചെയ്യുക. അടുത്ത ചോദ്യം, വിച്ച് ബോഡി ഫ്ലൂയിഡ് ഈസ് നോർമലി അപ്പിയർ ക്ലിയർ ആൻഡ് കളർലെസ്? നോർമലി ക്ലിയർ ആൻഡ് കളർലെസ് ബോഡി ഫ്ലൂയിഡ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റൂൾ ഫസ്റ്റ് തന്നെ സ്കിപ്പ് ചെയ്യാം. സ്പ്യൂട്ടം ഫ്ലൂയിഡ് അല്ല, സ്പ്യൂട്ടത്തിന് ഒരിക്കലും ഫ്ലൂയിഡിലല്ല ഉൾപ്പെടുത്തുന്നത്. CSFും സെമനും. സെമൻ നോർമലി ഒരു പേൽ വൈറ്റ് ആ കളറാണ്, സോ ഇതുമല്ല. CSF ആണ് റൈറ്റ് ആൻസർ. ഇനി യൂറിൻ ഉണ്ടെങ്കിലും യൂറിൻ ഒരിക്കലും നോർമൽ യൂറിൻ എന്ന് പറയുന്നത് സ്ട്രോ കളറാണ്, സ്ലൈറ്റ് യെല്ലോ കളറാണ്. ഒരിക്കലും യൂറിനും കളർലെസ് അല്ല. നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് വേറെ ഒന്നും കളർലെസ് അല്ല. ചെറിയൊരു യെല്ലോയിഷ് ടിഞ്ച് അതിലെല്ലാം ഉണ്ടാവും. അതൊന്നും ഇല്ലാത്തത് CSF മാത്രമാണ് നോർമലി. പക്ഷെ CSFും യെല്ലോ കളർ വരും. സാൻഡോക്രോമിയ എന്നുള്ള കണ്ടീഷനും അങ്ങനെയെല്ലാം വരുന്നതിൽ CSFും യെല്ലോ കളർ വരും. നോർമലി അപ്പിയർ ക്ലിയർ ആൻഡ് കളർലെസ് എന്ന് പറയുന്നത് CSF ആണ്. താങ്ക് യു.